ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണ്. കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് എല്ലാ ആൾക്കാർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ അറ്റാക്കിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം നമുക്കൊരു പരിഹാരം വേണം. ഇന്ത്യയുടെ അതിർത്തികളിലെല്ലാം തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിർത്തിയിൽ റോബോട്ടുകളെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. 3 സൈസ് റോബോട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, എന്തെങ്കിലും അപായങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ സന്ദേശങ്ങളെ തരുന്ന റോബോട്ട്. രണ്ടാമത്തത് സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന റോബോട്ടുകൾ. മൂന്നാമത് റോബോട്ടുകൾ എന്ന് വെച്ചാൽ അറ്റാക്കിങ്, ആക്രമിക്കുന്ന റോബോട്ടുകൾ. അതുപോലെ തന്നെ അതിർത്തി സംരക്ഷണ സേന, പിന്നെ ഇന്ത്യൻ മിലിറ്ററി, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കണം. രണ്ടാമത് പാകിസ്ഥാൻ്റേത്. പാകിസ്ഥാൻ അവിടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു തെറ്റായ സമീപനമാണ്. പാകിസ്ഥാനും ഇന്ത്യയും ചർച്ചകൾ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി കയ്യേറി ഉപയോഗിക്കുന്ന ചൈന നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കയ്യേറി അവിടെ അത് അവരുടെ രാജ്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ശക്തമായിട്ട് എതിർത്ത് അതെല്ലാം തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആയാലും നേപ്പാളായാലും പാകിസ്ഥാനായാലും ചൈനയാണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഇന്ത്യയിലുള്ള എല്ലാ രാജ്യങ്ങളിലും അതിർത്തികൾ പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല സഹകരണത്തിലൂടെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ലോകത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ. ലോകത്തിപ്പോൾ സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും വേണ്ടി അതിശക്തമായ പോരാട്ടങ്ങളാണ്. അതുപോലെ മതങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒട്ടനവധി കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടന്നെങ്കിലും ഇന്നുവരും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ ചത്തുപോയി, അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി. മരണപ്പെട്ടവർക്ക് മാത്രം നഷ്ടങ്ങൾ സംഭവിച്ചു, ബാക്കിയുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലോകത്തെ ആളുകൾക്ക് സമാധാനം വേണമെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ചിന്തിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി സമാധാനത്തിൻ്റെ മാർഗം എല്ലാ ആൾക്കാരും സ്വീകരിക്കുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.
അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം.